മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മ ഉപ്പ ദുആ ചെയ്യുന്ന ദുആ വേറൊന്നും സ്വീകരിക്കുന്നതാണ്. കാരണം അത് അത്രയും അടുത്തിട്ട് മോലേരുടെ അടുത്ത് നിങ്ങൾ കാശ് കൊടുത്തിട്ട് ദ്വാരുന്നാലും അള്ളഹാനോട് ദ്വാരക്കൂല എന്നല്ല, പൈസ കൊടുക്കേണ്ടെന്നല്ല. പക്ഷെ അതിനേക്കാളും വലിയ ഒരു ആത്മബന്ധം ഉമ്മ ദ്വാരക്കുമ്പോ ഉണ്ടാവും. രണ്ട് തരത്തിൽ ഹദീസ് കാണാൻ കഴിയും. മാതാപിതാക്കൾ മക്കൾക്കെതിരായി ദ്വാരുന്നാലും അത് അല്ലാഹു തആല വേഗം സ്വീകരിക്കുന്ന. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ഇടക്കിടക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും മക്കളെ ശപിക്കാൻ പാടില്ല. ശാപം എന്ന് പറഞ്ഞാൽ അതൊരു ദുആയാണ്. നീ നശിച്ചു പോകട്ടെ, നിനക്ക് കോപമുണ്ടാവട്ടെ. നമ്മൾ മലയാളത്തിലൊക്കെ പല ഭാഷകളും പറയതിന്, നീ അങ്ങനെ അടങ്ങിപ്പോകട്ടെ, ഇങ്ങനെ അടങ്ങിപ്പോകട്ടെ എന്നൊക്കെ പറയും. മക്കളെ വിളിക്കുമ്പോ മോശമായിട്ട് വിളിക്കും, മക്കളെ വിളിക്കുമ്പോ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കും. അതൊക്കെ ഒരു തരം മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹമാണ്. ആ സമയത്തെങ്കിലും അതുകൊണ്ടാണ് ഹദീസ് ശ്രദ്ധേയമാകുന്നത്. മാതാപിതാക്കൾ മക്കൾക്കെതിരായി ദുആ ചെയ്താലും അല്ലാഹു ആ ദുആ വേഗത്തിൽ സ്വീകരിക്കും. 3 ദുആകൾ അല്ലാഹു ഉറപ്പായും ഉത്തരം നൽകുന്ന ദുആയാണ്. അതിലൊന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടയാളുടെ ദുആ, നീതി നിഷേധിക്കപ്പെട്ടയാളുടെ ദുആ, അയാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും വേഗം. ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. പിന്നെ കേൾക്കണം, മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മ ഉപ്പ ദുആ ചെയ്യുന്നു.